അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ 7 ദിവസങ്ങളായി ബുസ്താനുൽ ഉലൂമിന്റെ ക്യാമ്പസിൽ നടന്നു വരുന്ന വാർഷിക സമ്മേളനത്തിന്റെ സമാപന സെഷനിലാണ്, അതിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ പന്തലിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ 2 ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ഒരു വഴിയിലൂടെ നമ്മൾ ഈ പന്തലിലേക്ക് നടന്നു വരുമ്പോൾ ആ ബിൽഡിങ്ങുകളുടെ ഭിത്തിയിൽ ഈ സ്ഥാപനത്തെയും ഈ സംവിധാനങ്ങളെയും കെട്ടിപ്പടുത്ത, ഇതിന്റെ പഴമയെ വിളിച്ചോതുന്ന ചില ചിത്രങ്ങൾ അവിടെ കാണുകയുണ്ടാണ്. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരാശയവും ആദർശവുമാണോ ഈ രാജ്യത്തിനും നാടിനും നൽകുവാൻ തയ്യാറായത് എന്നതിന്റെ ആ കൈത്തിരിയും ദീപശിഖയും ഏറ്റെടുത്ത് മുന്നോട്ട് പോയ മഹാന്മാരുടെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിലേക്ക് നടന്നു വരുന്നതും കടന്നു വരുന്നതും. ഈ മുസ്ലിം നവോത്ഥാനവും ബുസ്താനുൽ ഉലൂം സ്ഥാപനങ്ങളുടെ വെളിച്ചവും വലുപ്പവും വ്യാപ്തിയും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഉയർച്ചയുമെല്ലാം തുടക്കവുമെല്ലാം ഏതെങ്കിലും ഒരാളുടെ ആശയത്തിൽ നിന്ന് രൂപപ്പെടുത്ത ഒരു ആദർശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവരുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് വിശുദ്ധമായ ഒരു ആദർശത്തെയും പ്രവാചകന്റെ നിലപാടുകളെയും ഈ സമൂഹത്തിന് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുമെന്ന മഹത്തായ ഒരു പ്രഖ്യാപനം ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ നിലപാടുകളെല്ലാം ഇവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ അടിത്തറയിലാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അതിനു മുമ്പ് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് വരെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ആ പ്രവാചകന്മാർ ഈ സമൂഹത്തോട് നിർവഹിച്ച പ്രബോധന പ്രവർത്തനങ്ങളുടെ ആ ആശയധാരയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് കൈമാറിപ്പോന്നിട്ടുള്ളത്. ആ ആദർശം എന്ന് പറയുന്നത് നാഗരികതകളുടെ ചരിത്രം പറയുന്ന പ്രദേശങ്ങളിലെല്ലാം അമ്പിയാക്കന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞതും പഠിപ്പിച്ചതും വിശദീകരിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ആദർശത്തെ സംബന്ധിച്ച് ഒരു സമുദായത്തിലേക്കും സമൂഹത്തിലേക്കുമായിരുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അമ്പിയാക്കന്മാരുടെ നിയോഗം ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് എടുത്തു പറയുന്നുണ്ട്. ആ പ്രവാചകന്മാർ ആ സമുദായത്തോട്, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരു സമൂഹത്തോട് എന്തിനാണ് റബ്ബിനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനപ്പുറം ആ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തെ സംബന്ധിച്ചായിരുന്നു. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന സന്ദേശത്തെ കുറിച്ചായിരുന്നു. അതവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചു, അതവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടു, അതവരുടെ മനസ്സുകൾക്ക് വെളിച്ചമുണ്ടാക്കി. ഇരുട്ട് നിറഞ്ഞ അന്ധവിശ്വാസങ്ങളിൽ മുഖരിതമായ ഒരു ജനസമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ വെളിച്ചത്തിന്റെ വിപ്ലവങ്ങളെ പടർത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ ചൈത്രയാത്രകൾ ഈ ലോകത്ത് സംവിധാനിച്ചതും കടന്നുപോയിട്ടുള്ളതും. അജ്ഞതയുടെ ഇരുട്ടറകളിൽ ജീവിതം തളച്ചിട്ട 10,000-കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വെളിച്ചത്തിന്റെ വിപ്ലവങ്ങളുമായി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ സൃഷ്ടിച്ച അത്ഭുതമാണ് സ്വഹാബത്തും സ്വഹാബത്തിന്റെ പിന്നാലെ കടന്നു വന്ന ലോകത്തെ നവോത്ഥാന നായകന്മാരും എന്ന വസ്തുതയെ
നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇരുട്ടു നിറഞ്ഞ ഘോരാന്ധകാരങ്ങളിൽ നിബിഡമായ കേരളത്തിന്റെ ചരിത്രത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി കടന്നു വരുന്നത്. ഒ അബ്ദുള്ള എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ നേതാവ്, അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രത്തെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ചേന്നമംഗലൂർ പോലുള്ള കൊടിയത്തൂർ പോലുള്ള ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേരളത്തിലെയും കോഴിക്കോടിലെയും വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സൈദ്ധാന്തികൻ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്. കൊടിയത്തൂരും ചേന്നമംഗലൂരും അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടറകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. നടന്നുപോകാൻ ഭയപ്പെട്ടിരുന്ന ജിന്നിനെയും ശൈത്വാനെയും ഒക്കെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത മനുഷ്യരുണ്ടായിരുന്ന അന്ധവിശ്വാസ മുഖരിതമായ ചേന്നമംഗലൂരിന്റെയും കൊടിയത്തൂരിന്റെയും ഒക്കെ പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ സൃഷ്ടിച്ച ആ അത്ഭുതകരമായ മുന്നേറ്റത്തിന്റെ പ്രതലത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന കേരളക്കരയിൽ രൂപപ്പെട്ടതും പടുത്തുയർത്തപ്പെട്ടതും എന്നത് മുജാഹിദ് പ്രവർത്തകന്മാരുടെ അവകാശവാദങ്ങളല്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ വിപ്ലവം ജമാഅത്ത് ഇസ്ലാം മുജാഹിദ് പ്രസ്ഥാനം വിത്തെറിഞ്ഞ്, മുജാഹിദ് പ്രസ്ഥാനം ഉഴുതുമറിച്ച, മുജാഹിദ് പ്രസ്ഥാനം വിത്തെറിഞ്ഞ, മുജാഹിദ് പ്രസ്ഥാനം വെള്ളവും വളവും നൽകിയ, മുജാഹിദ് പ്രസ്ഥാനം ഉന്നതമായ രൂപത്തിൽ സംരക്ഷിച്ചു നിർത്തിയ മണ്ണിൽ ഉയർന്നു വന്ന കൃഷിയിടങ്ങളിൽ വിളവെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നിർവഹിച്ചത് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സൈദ്ധാന്തികനാണ്. ഇന്ന് സംഘടനകളെ കുറിച്ച് അപമതിപ്പുണ്ടാക്കുന്നവരുണ്ട്, സംഘടനകളെയും സ്ഥാപനങ്ങളെയും പരിഹസിക്കുന്നവരുണ്ട്. ബുസ്താനുൽ ഉലൂമിന്റെ 56 വർഷങ്ങൾ പിന്നിടുന്ന ഈ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തെയും മുസ്ലിം പണ്ഡിതന്മാരെയും പരിഹസിക്കുന്ന മനുഷ്യരുണ്ട്. മലബാറിന്റെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന വടക്കേ മലബാറിലെ ഉന്നതമായ കലാലയങ്ങളുടെ തണൽ മരങ്ങളിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും മുസ്ലിം സംഘടനകളെയും പരിഹസിക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. ഉയർന്നു നിൽക്കുന്ന കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ അഫ്ദലുൽ ഉലമ പഠിച്ച പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരുണ്ട്. ആ അഫ്ദലുൽ ഉലമ പഠിച്ച പണ്ഡിതന്മാരുടെ ആദർശബോധമുള്ള കരുത്തുറ്റ നാവുകളിലൂടെയും കരുത്തുറ്റ പ്രവർത്തനങ്ങളിലൂടെയും പടുത്തുയർത്തപ്പെട്ട നവജാഗരണത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ കേരളത്തിന്റെ മണ്ണിൽ തൗഹീദിന്റെ പേരോട്ടം നൽകി തൗഹീദി പ്രസ്ഥാനത്തിന് കരുത്തു നൽകിയ ആയിരങ്ങളെ സൃഷ്ടിച്ചെടുത്ത അഫ്ദലുൽ ഉലമ സ്ഥാപനങ്ങളെ പരിഹസിക്കുന്നവരോട് തികഞ്ഞ പുച്ഛമല്ലാതെ നമുക്കൊന്നും അവരോട് പറയാനില്ല. ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വെളിച്ചമുണ്ടായത്. ആ മനുഷ്യരുടെ നാവുകളിൽ നിന്നാണ് ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വേരോട്ടമുണ്ടായത്. നമ്മളിത് നിർത്തിയാൽ, ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മളിത് അവസാനിപ്പിച്ചാൽ നിങ്ങളൊന്ന് കടന്നു പോകണം ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ, ബീഹാറിന്റെയും കൊൽക്കത്തയുടെയും ഡൽഹിയുടെയും ഉത്തരേന്ത്യയുടെ മണ്ണുകളിൽ നിങ്ങളൊന്ന് കടന്നു പോകുമ്പോൾ മുസ്ലിം സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ആയിരങ്ങളും പതിനായിരങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ വിശ്വാസം എന്തെന്നറിയാത്ത, ആദർശം എന്തെന്നറിയാത്ത, ആശയങ്ങൾ എന്തെന്നറിയാത്ത ഉയർന്നു നിൽക്കുന്ന ദർഗകൾക്ക് മുന്നിൽ പച്ചപ്പട്ട് വിരിച്ച് അതെല്ലാം വലിയ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന മൗലാനമാരുടെ ആശയങ്ങൾക്ക് കീഴിൽ കാൽച്ചുവട്ടുകളിൽ അന്തിയുറങ്ങുന്ന പതിനായിരങ്ങളെ ഫാസിസ്റ്റുകളുടെ കാൽച്ചുവടുകളിൽ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യകൾ ആവർത്തിക്കപ്പെടാത്തത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഫാസിസ്റ്റുകളുടെ കാൽച്ചുവട്ടിൽ മുസ്ലിം സമുദായം അടയിരിക്കാത്തത്? കേരളത്തിന്റെ തെരുവോരങ്ങളിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ വേട്ടയാടാത്തത്? ഉത്തരേന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നടന്നു പോകാൻ അവകാശം നിഷേധിക്കുന്ന കാലഘട്ടമുണ്ട്. ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ ആക്രമിക്കപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് വേട്ടയാടുന്ന ഫാസിസ്റ്റുകളുടെ ആയുധങ്ങളുടെ കഥകളുണ്ട്. പള്ളിമിനാരങ്ങളുടെയും പള്ളി മിഹ്റാബുകളുടെയും കാൽച്ചുവടുകളിൽ പിടിയേറ്റ് വീഴുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ രക്തത്തിന്റെ കഥകളുണ്ട് ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ. നിങ്ങൾ ഈ കേരളത്തിലേക്ക് കടന്നു വരൂ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു മുസ്ലിം സഹോദരന്റെ നേരെ കൈകൾ ചൂണ്ടി സംസാരിക്കാൻ ആവേശമില്ലാത്ത ഫാസിസ്റ്റുകളുടെ നാടായി
കേരളം മാറിയത്. ഇവിടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ ധൈര്യമുള്ള മനുഷ്യരില്ലാതെ പോയത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും അവകാശമുള്ള ഒരു സമുദായം കേരളത്തിന്റെ മണ്ണിൽ വളർന്നു വന്നതും ഈ കേരളത്തിലെ അഫ്ദലുൽ ഉലമ പഠിച്ച പണ്ഡിതന്മാർ ജീവിതം നൽകിയും വിയർപ്പൊഴുക്കിയും രക്തം നൽകിയും വളർത്തിക്കൊണ്ടുവന്ന മലബാറിലെയും കേരളത്തിലെയും മുജാഹിദ് പ്രസ്ഥാനം പടുത്തുയർത്തിയ സ്ഥാപനങ്ങളുടെ കരുത്തുകൊണ്ടും തണലുകൊണ്ടുമാണ് എന്ന് ഈ ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഈ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങളിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഈ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ദൗർഭാഗ്യകരമായ ഭിന്നതകൾ ഉണ്ടായി. 2012 വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ നേതാക്കന്മാരുടെ വീടുകളിൽ ജിന്ന് ചികിത്സയ്ക്ക് വേണ്ടി കടന്നു വന്ന മന്ത്രവാദികളുടെ കഥകൾ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്തത്. എന്തിനാണ് ഈ വിഷയത്തിൽ തർക്കിക്കുന്നത് ചോദിക്കുന്നവരുണ്ട്. എന്തിനാണ് ഈ വിഷയത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് പരിഹസിക്കുന്നവരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങനെയാണ് ഈ മനുഷ്യരുണ്ടായത്? എങ്ങനെയാണ് ഈ മനുഷ്യരുണ്ടായത്? കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞ തൗഹീദ് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലെന്ന് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ, TP അബ്ദുൽ കോയ മദനിയുടെ, M മുഹമ്മദ് മദനിയുടെ, അലി അബ്ദുൽ റസാഖ് മദനിയുടെ, അഹമ്മദ് അലി മദനിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുടെ വീടുകളിൽ ജിന്ന് ചികിത്സയുടെ മാർഗങ്ങളും അന്വേഷിച്ച് കടന്നു വന്ന റാഖിമാർക്കും റാക്കിച്ചുമാർക്കും അഭയമൊരുക്കാൻ ഇവരുടെ മനസ്സുകളെ പ്രേരിപ്പിച്ച ഈ വൃത്തികെട്ട വിശ്വാസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ എറിഞ്ഞു കൊടുക്കാതിരുന്നത് ഈ അഫ്ദലുൽ ഉലമ പഠിച്ച പണ്ഡിതന്മാരുടെ കരുത്തിലും ധൈര്യത്തിലുമായിരുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം, ഈ വിമർശകന്മാർക്കുണ്ടാകണം. പാണ്ടിക്കാട് ഉദയം ചെയ്ത മന്ത്രവാദിയുടെ മന്ത്രവാദ ചികിത്സകളുമായി ഊരു ചുറ്റിയ കാലത്ത് AP അബ്ദുൽ ഖാദർ മൗലവി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വൻമരം, കേരളത്തിലെ തലയെടുപ്പുള്ള ഇസ്ലാഹി കേരളത്തിന്റെ ആദർശബോധമുള്ള മഹാപണ്ഡിതന്മാർ മുജാഹിദ് പള്ളികളുടെ ചെരുവുകളിൽ ജിന്ന് ചികിത്സയുടെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം എന്ന ആഹ്വാനവുമായി കടന്നു വന്നപ്പോ തലനിരച്ച കാരണവന്മാരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കാവൽ നിർത്തി മുജാഹിദ് പള്ളികളെ സംരക്ഷിച്ചു നിർത്തിയ പാരമ്പര്യമാണ് ഈ അഫ്ദലുൽ ഉലമ പഠിച്ച പണ്ഡിതന്മാരുടെ ചിന്തകൾക്കും ആലോചനകൾക്കും ഉള്ളത് എന്ന തിരിച്ചറിവും ബോധവും നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ബുസ്താനുലും ഇത് ബുസ്താൻ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്, വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വിജ്ഞാനം അന്വേഷിക്കാൻ കടന്നു വരുന്നവർക്ക് തണലൊരുക്കി ആകാശത്തിന്റെ ചുവട്ടിൽ ഈ പൂന്തോട്ടം അങ്ങ് പടർന്നു പന്തലിച്ചു നിൽക്കുമ്പോൾ നാം അതിന് സംരക്ഷണമൊരുക്കാൻ നമ്മൾ ഉണ്ടാകണമെന്നാണ് ISMന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ISMന്റെ പ്രവർത്തകന്മാരോട് നമ്മൾ ഈ നാട്ടിൽ തൗഹീദ് പറയാൻ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശുദ്ധമായ കലിമത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ചോർത്തിക്കളഞ്ഞ് പ്രമാണങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആദർശങ്ങളുടെയും നന്മകളിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളെയും ഇസ്ലാഹി കേരളത്തിന്റെ ഉന്നതമായ സംഘടനകളെയും ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും മൂലക്കിരുത്തുവാനും സന്നദ്ധരായി കടന്നു വരുന്നവരുടെ കൈപിടിക്കാൻ ISM എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട കൂട്ടായ്മയും സംഘടനയും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഇതിന്റെ ശത്രുക്കൾക്കും ഈ ആദർശ മുന്നേറ്റത്തെ തകർത്തെറിയാൻ ജിന്ന് ചികിത്സകളും മന്ത്രവാദ പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്നവർക്കും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, നാം ഇത് ഏറ്റെടുക്കണം. ഈ സ്ഥാപനത്തിന്റെ വെളിച്ചം ഏറ്റെടുക്കണം. ഈ സ്ഥാപനത്തിന്റെ വിളക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഇതിനെ തറക്കല്ലിട്ടവർ, ഈ മണ്ണ് പാകപ്പെടുത്തിയവർ ഒരുപക്ഷേ ഇന്ന് ഈ വെളിച്ചം കാണാൻ ജീവിച്ചിരിക്കണമെന്നില്ല. യാത്രയായവരുണ്ട്, ആറടി മണ്ണിലേക്ക് യാത്രയായവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ യാത്രയായത് ഈ വെളിച്ചം ഈ നാടിന് സമ്മാനിച്ചുകൊണ്ടാണ്. അവരുടെ കബറുകളിൽ ഇതൊരു വെളിച്ചമാണ്, ഒരു വിളക്കുമാടമാണ്. ബുസ്താനുൽ ഉലൂം എന്ന് പറയുന്ന ഒരു വിളക്കുമാടത്തെ ലോകത്തിന്റെ മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ നേതാക്കന്മാരുണ്ട്, മഹാപണ്ഡിതന്മാരുണ്ട്, ഇതിൽ നിന്ന് പുറത്തിറങ്ങിയ മഹാപണ്ഡിതന്മാരുണ്ട്, സംഘടനയുടെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. അല്ലാഹുവേ, ഈ ദഅ്വാ രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ ആ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കുമെല്ലാം നീ കരുത്തും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.